സലാസുൻ മൻ കുന്ന ഫീഹി, മൂന്ന് കാര്യങ്ങളുണ്ട്, മൂന്ന് വിഷയങ്ങൾ. മൻ കുന്ന ഫീഹി, ആ മൂന്ന് വിഷയങ്ങൾ നിങ്ങളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മധുരം നിങ്ങൾക്കറിയാൻ പറ്റും. Three things. If you do, you will taste the sweetness of your faith. നമ്മുടെ ഫെയ്ത്തിന്റെ, വിശ്വാസത്തിന്റെ മധുരം അറിയാൻ പറ്റും. മൂന്ന് കാര്യങ്ങൾ അതിൽ പറഞ്ഞ ഒന്നാമത്തെ എന്താണെന്നറിയോ? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. Allah and his messenger should be more dearer to you than anybody else. അല്ലാഹും റസൂലും മറ്റാരെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാകണം. ഇവിടെ കുറച്ച് സ്റ്റുഡൻസ് ചെറുപ്പക്കാരിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ എൻ്റെ മലയാളം തിരിയാതിരുന്നാന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. കാരണം ഇതെന്താ ഈ മൂലയിൽ പറയേണ്ടത്, ഞങ്ങൾക്ക് മലയാളം ഇന്ന് കന്നഡയിൽ പറയുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോവരുത്. ഇവിടേക്ക് മലയാളികൾ, മലയാളം അറിയാത്തവരോ തിരിയാത്തവരോ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയണം, ബമ്പ് കാട്ടാൻ വേണ്ടി പറയല്ല. അവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവരറിയണം. ഒരു മജ്‌ലിസിൽ ഇരുന്നിട്ടൊക്കെ ഒന്നും തിരിയാണ്ട് എണീറ്റ് പോവരുത്. മൂന്ന് വിഷയങ്ങൾ ഖൽബിലുണ്ടെങ്കിൽ ഈമാനിന്റെ മധുരം അറിയുന്ന അത് ആദ്യത്തെ എന്താണെന്നറിയോ? അല്ലാഹും റസൂലും എന്തിനേക്കാളും അവർക്ക് ഇഷ്ടപ്പെട്ടതാവണം. ഇപ്പുറത്ത് ഈ ബിൽഡിങ്ങിന്റെ തൊട്ടുപുറത്ത് ഒരു ഫുട്ബോൾ മാച്ച് നടക്കുകയെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. സപ്പോസ് അവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുക, ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുക, ഇവിടെ ഒരു വാദം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എവിടെ വരും? അതൊക്കെ ടെസ്റ്റ്. ഇപ്പോൾ വേറെ ലോകകപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ സമയത്ത് ഒരു ലോകകപ്പ് നടക്കണ്ടെങ്കിൽ കുട്ടികളോട് ഇരിക്കുമോ? നിങ്ങൾക്ക് അല്ലാഹു റസൂലാണോ ക്രിക്കറ്റിനേക്കാളും ഫുട്ബോളിനേക്കാളും ഇഷ്ടം? അങ്ങനെ ആണെങ്കിലേ ഈമാന്റെ മധുരം അറിയുള്ളൂ. ഇപ്പോൾ മാച്ചൊന്നും നടക്കാത്തതുകൊണ്ട് ആ ടെസ്റ്റ് നടക്കൂല. അതുകൊണ്ട് ഇപ്പം നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ക്രിക്കറ്റ് മാച്ച് ഫൈനൽ നടക്കുമ്പോൾ വേദന ആളെ കിട്ടുന്നില്ല. എന്തേ? ആരും വരൂല ഉസ്താദേ, ഓലൊക്കെ ടിവിൻ്റെ മുമ്പിലായിരിക്കും. എന്തേ? അതൊക്കെ കഴിഞ്ഞ് വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വരാം. അതൊഴിവാക്കിയിട്ട് ഇതിന് വരാൻ ഞങ്ങളെ കൊണ്ട് കിട്ടൂല. പോയി കഴിഞ്ഞു, ഔട്ടായി. അള്ളാഹിന്റെ ടെസ്റ്റിൽ നിന്ന് പൊളിഞ്ഞുപോയി, നമ്മൾ പരാജയപ്പെട്ടു. അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. You should love Allah and the messenger more than anything else. Let it be your games, your friends or your hangouts, whatsoever. അല്ലാഹും അവൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടാൻ പറ്റണം. അതിനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ? ഈമാൻ അതാണ്. അതിനാണ് ഈമാൻ എന്ന് പറയാം. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം ചൊല്ലി നടന്നുകൊണ്ട് നമ്മുടെ ഈമാൻ പൂർത്തിയാവുന്നുണ്ടോ? അള്ളാഹിനെ പറ്റി മനസ്സിലാക്കണ്ടേ? ആ ഒരു വാക്ക് ചൊല്ലൽ കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടെങ്കിൽ രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. ولا يزال عبدي يتقرب إلي بالنوافل حتى أحبه. സുന്നത്തെടുക്കുന്ന ആളുകൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ മഹബ്ബത്ത് അവർക്ക് ലഭിക്കും. അള്ളാഹിന്റെ സ്നേഹം കിട്ടാൻ ചില കാരണങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. പിന്നെ പറഞ്ഞു അള്ളാഹും റസൂലുമായിരിക്കണം എല്ലാറ്റിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ പറഞ്ഞു സുന്നത്തെടുക്കണം. ഫർള് മാത്രം എടുത്ത് ഓടിയാ പോരാ. പക്ഷെ ഫർള് മാത്രമേ ചെയ്യുള്ളൂ നബിയെ, ഏറെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞ ആൾക്കും സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാഹിന്റെ മഹബ്ബത്ത് കിട്ടുമെന്ന് പറഞ്ഞോ? ഇല്ല. നിങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്നവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തെന്ന് വരും. പക്ഷെ നിങ്ങൾ സ്നേഹത്തോടെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതും കയറി വന്നുകൊണ്ട് പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നതും ഒരുപോലെയാണോ? അല്ല. അള്ളാഹ് സ്വർഗത്തിൽ കടത്തിയേക്കും, പക്ഷേ സ്നേഹം കൊണ്ട് കടത്തുന്നത് സുന്നത്തെടുക്കുന്നവർക്കാണ്. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് ഓടണ്ടെന്ന് പറയുന്നത്. അവിടെ ദിക്റും തസ്ബീഹൊക്കെ ഇരുന്ന് ചൊല്ലിയിട്ട് റാഹത്തിൽ എണീറ്റ് പോയാൽ മതി. എന്തേ? സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് ചെയ്യുന്നവർക്കേ അള്ളാഹുവിന്റെ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താൻ പറ്റൂ. അവർക്കേ വലിയാവാൻ പറ്റുള്ളൂ. ഔലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മുഹിബ്ബീങ്ങളാണ്. അള്ളാഹു യുഹിബ്ബുഹും വയുഹിബ്ബൂന. അവർക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ്, അള്ളാഹ് അവരെ ഇഷ്ടമാണ്. അതിനെന്ത് ചെയ്യണം? സുന്നത്തെടുക്കണം. അള്ളാഹിന്റെ മഹബ്ബത്ത് ഖൽബ് കണ്ട് കയറിയപ്പോ ഫറോവയുടെ കൂടെയുണ്ടായിരുന്ന മജീഷ്യൻസ്, സാഹിര്യങ്ങൾ, അവര് മുഴുവനും അവരുടെ കൊച്ചു കൊച്ചു കയറുകളും കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും പാമ്പുകളായി ആ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഗാലറികളിൽ നിന്ന് വിളിച്ചു കൂവുകയാണ്, ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഒരു വടിയും കൈ പിടിച്ച് നിൽക്കാൻ, അല്ലാഹുവേ ഞാൻ എന്ത് ചെയ്യും? ആയിരക്കണക്കിന് മജീഷ്യന്മാരായി ഇവിടെ ഈ പാമ്പുകളെ കൊണ്ട് കളിക്കുന്നത്. അവർക്ക് തോന്നി യുഖയ്യലു ഇലൈഹിം മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ. അതൊരു മാജിക്കായി, ഇല്യൂഷനായിരുന്നു.
It seems to them that they are creeping. അത് ഇങ്ങനെ അഴിഞ്ഞു നടക്കുകയാണ് എന്ന് സിഹറിന്റെ മാജിക് കൊണ്ട് ആളുകൾക്ക് തോന്നി. പക്ഷെ സത്യത്തിൽ ഇത് കയർ തന്നെയാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. മൂസാ നബിയോട് അള്ളാഹുവിന്റെ മറുപടി, മൂസാ നബിയെ അൽഖി അസാക്, ആ വടി കിട്ടോളൂ. ആ വടി ഒരു മഹാസർപ്പമായി, ഹ്യൂജ് സർപ്പൻസ്. എന്നിട്ട് ആ വടികളും കയറുകളൊക്കെ ഉണ്ടായി പാമ്പായി തോന്നിയിരുന്നത് മുഴുവനെയും അതങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. ഇറ്റ് swallowed everything. ഇത് കണ്ടപ്പോ മജീഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടു, മാജിക് കൊണ്ട് ഈ മാജിക്കിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഇത് മാജിക് അല്ല, ദിസ് ഈസ് എ മിറക്കിൾ. ഇതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാ. എല്ലാവരും സുജൂദിൽ വീണു. അപ്പൊ ഫറോവ ഗാലറി ഇരിക്കുന്നുണ്ട്. ഫറോവ പറഞ്ഞു, എന്റെ മജീഷ്യന്മാർ, നിങ്ങളെ ഞാനാണ് സ്പോൺസർ ചെയ്തത്, നിങ്ങൾ എന്റെ സ്പോൺസേർഡ് ആളുകളാണ്. ഞാനിവിടെ കൊണ്ടുവന്നത് മൂസാ നബിയെ പരാജയപ്പെടുത്താനാണ്. നിങ്ങളിപ്പോ അയാളുടെ കൂടെ കൂടിയോ? ഞാൻ നിങ്ങളുടെ കൈയും കാലും ഓപ്പോസിറ്റ് ആയിട്ട് മുറിക്കും എന്ന് പറഞ്ഞർത്ഥം, വലത്തെ കൈ മുറിക്കും, ഇടത്തെ കാലും മുറിക്കും. നടക്കാൻ പറ്റുമോ? എണീക്കാൻ പറ്റുമോ? വേദന എന്തായിരിക്കും? നിങ്ങളെ ഞാൻ വലത് കൈയും ഇടതേ കാലും മുറിക്കും, അല്ലെ ഇടത് കൈയും വലത്തെ കാലും മുറിക്കും, നിങ്ങളെ ഞാൻ കൊല്ലുന്നു പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഈമാനിന്റെ മധുരം ഹൃദയത്തിലേക്ക് കയറിയതിന്റെ പേരിൽ ആ മജീഷ്യന്മാര് മുഴുവനും ഫറോവയോട് വിളിച്ചു പറഞ്ഞു, ഫറോവ, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തോ നീ ഇവിടെ ചെയ്തോ. ഈ ലോകത്തല്ലേ നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ, ഞങ്ങൾ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ അല്ലാഹുവിനെ കാണാൻ കൊതിക്കുന്നവരാണ്. സെക്കൻഡ് കൊണ്ടാണ് ഈ മറിച്ചിൽ. നമ്മൾ ആലോചിക്കണം. അതുവരെ മൂസാ നബിയെ വിശ്വസിക്കാതെ, മൂസാ നബിയെ പരിഹസിച്ച്, പ്രവാചകനായ മൂസാ നബിയെ നിലംപരിശാക്കണം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്ന ഈ മജീഷ്യന്മാരാണ് ഫറോവ, നിനക്ക് വേണമെങ്കിൽ ഞങ്ങളെ കൊല്ലാം, നീ വേണ്ടത് ചെയ്തോ, ഞങ്ങൾക്കത് വിഷയമല്ല. അള്ളാന്റെ മഹബത്ത് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ മാത്രം ധൈര്യം അവർക്ക് വന്നത് ഈമാനിന്റെ അങ്ങേയറ്റത്തെ വലിയൊരു അടയാളമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവർ വിശ്വസിച്ചു. അവരൊക്കെ ഷഹീദുകളായി, ശുഹദാക്കളാണ്. മൂസാ നബിയുടെ ഉമ്മത്തിലെ ആദ്യത്തെ ശുഹദാക്കളാണ് അവരെ മുഴുവൻ അയാളെ കൊന്നുകളഞ്ഞു. ദുഷ്ടനായിരുന്ന ഫറോവ എന്താ അവര് പറഞ്ഞ മറുപടി അറിയോ? ഫറോവ, നീ വേണ്ടതങ്ങ് ചെയ്തോ, വി ഡോണ്ട് കെയർ, ഞങ്ങൾക്കത് വിഷയമല്ല. ഇത് പറയാൻ മാത്രം ഈമാൻ കിട്ടി. നമ്മൾ 30, 20, 50, 60 വയസ്സായിട്ട് നമ്മൾ ഒരുത്തം വന്ന് പേടിപ്പിച്ചാൽ നമ്മളിത് പറയാൻ ധൈര്യമുണ്ടോ? നീ വേണ്ടത് ചെയ്തോ, ഞാൻ ഈമാനിലേ നിൽക്കൂ, എൻ്റെ ഈമാൻ എൻ്റെ ജീവനേക്കാളും വലുതാണ്. ഇത് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടുന്നുണ്ടോ? സെക്കൻഡുകൾക്ക് മുമ്പ് വരെ കാഫിറുകളായിരുന്ന ഈ സാഹിര്യങ്ങൾ സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴേക്കും ഫറോവയോട്, നീ ഞങ്ങളെ കൊല്ലണമെങ്കിൽ കൊല്ല്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കും, ഇത് പ്രവാചകനാണ്, ഇത് മുഅ്ജിസത്താണ്, ഇത് സിഹറല്ല, മാജിക് അല്ല എന്ന് ആ ഒരു ക്രൂരനായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെ അവിടെയൊക്കെ ഈമാൻ എവിടെയാണ് കിടക്കണത്? വെറുതെ അങ്ങോട്ട് കെലിമ ചൊല്ലിപ്പോയ സ്വർഗം തുറന്നു നെഞ്ചിരിക്കുക കയറിക്കോന്ന് അല്ലല്ല. അലാ, അറിയണം, ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. Remember, the commodity of Allah is expensive. Ala wahiyal jannah. And Allah's commodity is the paradise. അല്ലാഹുവിന്റെ ചരക്കിന് വിലയുണ്ട്. അത് വിലയില്ലാത്ത ചീപ്പ് സാധനമല്ല. അല്ലാഹുവിന്റെ ചരക്കിന് വിലയുണ്ട്. റബ്ബിന്റെ ചരക്ക് സ്വർഗമാണ്. You will have to pay for that. എന്താ നമ്മുടെ കയ്യിലുള്ളത്? റമളാനാ വരാൻ നിൽക്കുന്നത്. ഈമാനൊക്കെ ഒന്ന് ഉഷാറാക്കണ്ടേ? ഈമാൻ സടകുടഞ്ഞ് എഴുന്നേൽക്കണ്ടേ? അല്ലാഹുവിന്റെ മുമ്പിൽ തലകുനിക്കണ്ടേ? കഴിഞ്ഞു